വേമ്പനാട്ടുകായലിലെ കക്ക് സമ്പത്തിന്റെ നിലനിൽപ്പ് അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്ന് കുട്ടനാട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ പഠന റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. തണ്ണീർമുക്കം ബണ്ടിന്റെ വടക്കുഭാഗത്ത് തുടരുന്ന മണൽ വാരൽ കക്കകളുടെ വംശനാശത്തിന് വഴിയൊരുക്കുമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. ഒരു കാലത്ത് പ്രതിവർഷം 40,000 ടൺ വരെ കക്ക ഉൽപ്പാദനം രേഖപ്പെടുത്തിയിരുന്ന സ്ഥാനത്ത് നിലവിൽ അത് 20,000 ടണ്ണായി കുറഞ്ഞു. ഇതിന്റെ ആഘാതം നേരിട്ട് ബാധിക്കുന്നത് കക്ക വാരി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളെയാണ്. മുമ്പ് 20,000-ഓളം പേർ ഈ മേഖലയെ ആശ്രയിച്ചിരുന്നെങ്കിൽ നിലവിൽ അത് 6,800-ആയി ചുരുങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ മൊത്തം കക്ക ഉൽപ്പാദനത്തിന്റെ 70%-ലധികവും സംഭാവന ചെയ്യുന്ന വേമ്പനാട്ടുകായലിന്റെ അവസ്ഥ ആശങ്കാജനകമാണ്. കക്കകളുടെ പ്രജനനം നടക്കുന്ന ഫെബ്രുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ കായലിൽ നിന്ന് ആഴത്തിൽ മണൽ വാരുന്നത് കക്ക സമ്പത്തിന് വൻ ഭീഷണിയാണെന്ന് പഠനം വ്യക്തമാക്കുന്നു. ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ.ജി. പത്മകുമാർ ഇക്കാര്യത്തിൽ അതീവ ആശങ്കയാണ് പങ്കുവെക്കുന്നത്. ഈ സാഹചര്യം കക്ക് സമ്പത്തിനെ മാത്രമല്ല കുട്ടനാട്ടിലെ നെൽകൃഷിയെയും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.